പറയുന്നത്. ജമ്പോ ഹായ് വന്ന ഹായ് 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 ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ നമ്മളെ എറണാകുളം ആലുവയിലാട്ടോ. അപ്പോൾ ഇവിടെ PWD റെസ്റ്റ് ഹൗസിലാണ് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് കണ്ടത്. ഈ റെസ്റ്റ് ഹൗസ് എങ്ങനെ ബുക്ക് ചെയ്യാം, റെസ്റ്റ് ഹൗസിൻ്റെ റൂമുകൾ എങ്ങനെയുണ്ട്, എത്ര വളരെ ചീപ്പായിട്ട് ഇത്രയും നല്ല ലക്ഷറി ആയിട്ടുള്ള അടിപൊളി റൂംസ് കിട്ടുമെന്നൊക്കെ നമുക്ക് നോക്കാം. എങ്ങനെ ബുക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. നമ്മളിവിടെ ഇന്നലെ സ്റ്റേ ചെയ്തതാണ്. അപ്പോൾ ഇത്രയും നല്ല റൂം ചെറിയ പൈസയൊക്കെ ആയപ്പോൾ അതെങ്ങനെ ബുക്ക് ചെയ്യാമെന്നുള്ളതും അതിൻ്റെ വിവരങ്ങളും നമ്മളെ കാണിക്കുക എന്നുള്ള ലെവലിലുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാണ്. അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അല്ലേ? ഹായ് പരി ഹായ് പരി ഹായ് പേടാ. അപ്പോൾ ഇതാണ് നമ്മളെ PWD റെസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. ആലുവയിലാണുള്ളത്. നമ്മൾ എറണാകുളത്ത് വന്നതിന്. അപ്പോൾ എറണാകുളമൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഫുള്ള് വെക്കേഷൻ ആയതുകൊണ്ട് ഫുള്ള് ഇതാണ്. റൂമൊക്കെ ഓൾറെഡി ബുക്ക്ഡ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് കേട്ടോ. നല്ല മിറ്റത്തുള്ള ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിനി നേരെ നമ്മളെ റൂം കാണിച്ചു തരാം കേട്ടോ. റൂമിന് ചാർജ് വന്നത് പറഞ്ഞാൽ 600 രൂപ വന്നിട്ടുള്ളൂ ഞാനും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇതൊക്കെ കാണുന്നത് വ്യൂകളൊക്കെ ആണെങ്കിൽ നമുക്കിനി നേരെ റൂമിലോട്ട് പോകട്ടോ. നമ്മൾ 600 രൂപയാണ് നമുക്ക് റൂമിന് ചാർജ് വന്നിട്ടുള്ളത്. ഒരു ഫാമിലിക്ക്, ഒരാൾക്കുള്ള ഫാമിലിക്കാണ്. കൂട്ടണകാരോ കൂട്ടു. ഇതാണ് കേട്ടോ നമ്മളെ റൂം വരുന്നത്. ഇതാണ് അതിൻ്റെ ബാൽക്കണി. ഇവിടെ ഒരു ചെയറുണ്ടായിരുന്നു, നമ്മൾ ഉള്ളിൽ കൊണ്ടുപോയതാണ്. ഇത്രയും നല്ലൊരു ബാൽക്കണി കാര്യങ്ങൾ. പിന്നെ നമ്മളെ റൂം ഇതാണ്, ഈ കാണുന്നതാണ് നമ്മളെ റൂം. ഇത് നോൺ AC ആണ് കേട്ടോ. അത് 600 രൂപ വന്നിട്ടുള്ളത് നോൺ AC റൂമാണ്. ഇവിടെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. ഇതിന് വന്നിട്ടുള്ളത് നമുക്ക് 600 രൂപയാണ്. നോൺ AC ആണെങ്കിൽ കൂടി ഒരു ഫാൻ അഡീഷണലായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഓൾറെഡി മുകളിലൊരു ഫാൻ ഉണ്ട് അവിടെ. പിന്നെ ബാത്റൂം, ഇവിടെ ചാർജിങ് പോർട്ട്, അവിടെയും ചാർജിങ് പോർട്ട് ഉണ്ട്. പിന്നെ ഇവിടെ നേരെ നമുക്ക് ഡ്രസ്സിങ് റൂം വരാണ്ട് റൂം തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. അല്ലേ, ഡ്രസ്സിങ് റൂം വലിയ നല്ല അടിപൊളി സെൽഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുമാതിരി വിശാലമായ ബാത്റൂം സൗകര്യമുണ്ട്. ഇതാണ് 600 രൂപയ്ക്കൊക്കെ നമുക്ക് ഏറ്റവും നല്ല വർത്തായിട്ടുള്ള നല്ല അടിപൊളി റൂംസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമ്മളപ്പം തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് 600 രൂപയ്ക്ക് കിട്ടിയ AC റൂമുണ്ട് അപ്പുറത്ത്. നമുക്ക് നോർമലായിട്ട് ഏതൊരു വ്യക്തിക്കും ബുക്ക് ചെയ്യാൻ പറ്റിയ പോർട്ടലിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു 600 രൂപയ്ക്ക് ഡബിൾ റൂം. മറ്റേ റൂം അവരതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. അത് AC റൂമാണ്. അത് അവർക്ക് അധ്യാപകരായതുകൊണ്ട് 600 രൂപയ്ക്ക് അവരെ ജോലി ID കാർഡ് വെച്ചുകൊണ്ട് എടുത്തത്, എംപ്ലോയി ID കാർഡ് വെച്ചുകൊണ്ട് എടുത്തതാണ്. എൻ്റെ ജമ്പുക്കൊന്നും പറയണ്ട. ഹായ് പറഞ്ഞ ഡോ, ഹായ് പറഞ്ഞ. നോക്കൂല, ഞാൻ പോവാ. ഇപ്പോൾ പോയി ടാറ്റാ. അത് ഭയങ്കര ബാക്കിയില്ല. ഓലൊക്കെ റൂം അവിടെ നിന്നിട്ട് വരേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയി റൂം കാണിച്ചു തരാം. നമുക്ക് 2 റൂം ഇതാ അവിടെ അങ്ങനെയായിരുന്നു. ഇനി ബാക്കി 2 AC റൂം വരുന്നത് ഇവിടെ കേട്ടോ. ആ റൂം ഇവിടെ കാണിച്ചു തരാം. ഇത് ഉദ്ഘാടനമൊക്കെ ഒരുപാട് മുമ്പ് കഴിഞ്ഞതാട്ടോ. ഈ റെസ്റ്റ് ഹൗസിൻ്റെ ഇതിൽ കാണിക്കുന്നത്, നമ്മളെ റെസ്റ്റ് ഹൗസ് ഉദ്ഘാടനം കാണിക്കുന്നത് CH മുഹമ്മദ് കോയാട്ടോ, ചീഫ് മിനിസ്റ്ററായ കാലത്താണ്. അദ്ദേഹം അത് കുറച്ച് കാലം ചീഫ് മിനിസ്റ്ററായിട്ടുള്ളൂ. 1982 ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതാണ് മറ്റേ റൂം വരുന്നത്. ഇതൊരു പറഞ്ഞനാണ്, ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഡ്രസ്സിങ് റൂം, ഇതിൻ്റെ ബാത്റൂം കേട്ടോ. ഈ റൂമിന് വരുന്ന ചാർജ് 600 രൂപയാണ്. എന്താ നോർമൽ 1000 രൂപയ്ക്ക് വരുന്നുണ്ട്. 1000 അല്ലേ, 1000 വരുന്നുണ്ട്. നോൺ ACക്ക് 600 രൂപ വരുന്നുണ്ട് കേട്ടോ. മറ്റേത് ഗവൺമെൻറ് ID വെച്ച് അവർ ബുക്ക് ചെയ്തുകൊണ്ട് 650 രൂപ വന്നിട്ടുള്ളൂ. ഓക്കെ, പറഞ്ഞോ. ഇതാണ് കേട്ടോ 3ാമത്തെ റൂം വരുന്നത്, AC റൂം. പോന്നോളൂ.
ഇതിന് എത്ര ചാർജ് വന്നിട്ടുണ്ട്? അതിന് നോർമൽ എത്ര ചാർജ് വന്നിട്ട് വെക്കാം? 1000 എ സിക്ക്. നമുക്ക് എങ്ങനെ ഇനി ബുക്ക് ചെയ്തെന്ന് നോക്കാം. നേരെ കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ക്രോം എടുത്തിട്ട് അതിൽ PWD റെസ്റ്റ് ഹൗസ് എന്ന് അവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നേരെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ ഫസ്റ്റത്തെ വിൻഡോ ഓപ്പൺ ചെയ്യുക. PWD റെസ്റ്റ് ഹൗസ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ജില്ല സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊല്ലം എടുത്തുകൊണ്ട് അവിടുത്തെ അല്ല, നമ്മൾ ആലുവ എടുത്തുകൊണ്ട് എറണാകുളം ജില്ലയിൽ ആലുവ എടുത്തുകൊണ്ട് അവിടെ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എറണാകുളം സെലക്ട് ചെയ്തു. അവിടെ ഇനി ആലുവ സെലക്ട് ചെയ്തു. പിന്നെ റെസ്റ്റ് ഹൗസ് നോൺ AC സെലക്ട് ചെയ്തു. ഡേറ്റ് 14-ാം തീയതി 15-ാം തീയതി റിട്ടേണും ഒക്കെ സെർച്ച് ചെയ്തപ്പോൾ 4 റൂം വേക്കൻസി കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അടിക്കുക, എഗ്രിമെൻറ്റ് ഓക്കെ കൊടുക്കുക. ഇതവിടെ വാട്ടർ മാർക്കാട്ടോ, നമ്മൾ സ്ക്രീൻ റെക്കോർഡ് കമ്പ്യൂട്ടറിൽ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കേണ്ടത്. അവിടെ നേരെ ജനറൽ പബ്ലിക് എന്നുള്ളത് കൊടുത്തിട്ട് ജില്ല തന്നെ ആലുവ ഇത് സെർച്ച് ചെയ്യുക. നോൺ AC കൊടുത്തു. പിന്നെ ഡേറ്റാണ് കൊടുക്കാനുള്ളത്. നമ്മൾ നേരെ സെലക്ട് ചെയ്ത അതേ ഡേറ്റ് തന്നെ, ഇത്രയും ഡേറ്റ് അവൈലബിൾ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ 14-ാം തീയതി 15-ാം തീയതി നേരെ ഇതാക്കിയിട്ട് കൊടുത്തു. അപ്പോൾ ഡേറ്റ് റിലേറ്റ് ഉണ്ട്. ഇനി എത്ര പേരാണെന്ന് ചോദിക്കണ്ടേ. അവിടെ നമ്മൾ 2 പേര്, 2 ആൾക്കുള്ള ചാർജ് 2 പേര് കൊടുക്കുക. പിന്നെ അടിയിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് OTP വെരിഫൈ ചെയ്യണം. അങ്ങനെ സെൻഡ് OTP കൊടുത്തു. നമ്മൾ OTP വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊക്കെ കേട്ടോ. അങ്ങനെ OTP വന്നിട്ടുണ്ട്. നേരെ സെൻഡ് ആവും. എൻ്റെ അടുത്ത് OTPൻ്റെ ഒരു നമ്പർ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി റീസെൻഡ് കൊടുക്കുകയാണ്. OTP വന്നിട്ടുണ്ട്. ഞാൻ OTP ഇവിടെ അടിച്ചു കൊടുത്താൽ നേരെ സബ്മിറ്റ് ചെയ്യാം. എൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽസുകൾ അതിൽ വന്നിട്ടുള്ളത് കേട്ടോ. എൻ്റെ ഇതൊക്കെ വന്നിട്ടുള്ളത്. ബുക്ക് ചെയ്യുന്ന ആൾ പോകുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അവിടെ യെസ് കൊടുക്കുക. പിന്നെ നമ്മളെ പേര്, വയസ്സ്, ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അവിടെ പ്രൂഫ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഏതാണ് കൊടുക്കുന്നത് വെച്ചാൽ ആ പ്രൂഫ് അപ്ലോഡ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഗാലറിയിൽ നിന്ന് 2 പ്രൂഫ് അതിൽ അപ്ലോഡ് ചെയ്ത് പേയ്മെൻറ്റിൻ്റെ ഇതുവരെ പോകുന്നുള്ളൂ. നമ്മളവിടെ ജസ്റ്റ് ഇനീഷ്യൽ പേര്, അഡ്രസ്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നേരെ അവിടെ ഒരു ഇതേം കൂടി ഇതാക്കി കൊടുക്കണം കേട്ടോ. നേരെ അപ്ലോഡ് ചെയ്ത് ഞാൻ അവിടെ നമ്പർ അടിക്കാൻ മറന്നുകൊണ്ടാണ് ലോഡാകത്ത്. ഞാൻ ID കാർഡിൻ്റെ നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണോ. നമ്മൾ കറക്റ്റായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ഒറിജിനൽ ID കാർഡ് നമ്പർ ഫുള്ളായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമേ ബുക്ക് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നേരെ വന്ന് 600 രൂപ ചാർജ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ ഓക്കെ അടിച്ചുമ്പോൾ പേയ്മെൻറ്റിലേക്ക് പോകും. നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് നേരെ ഞാൻ 600 രൂപ കാണിച്ച് നേരെ മേക്ക് ചെയ്യാൻ പേയ്മെൻറ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മളെ PWD റെസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്യുന്ന 600 രൂപയ്ക്ക് 2 ആൾക്ക് നല്ല സൗകര്യത്തോടു കൂടി ബുക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വന്നവരെ ഗുഡ് ബൈ.